آمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر. صدق الله العلي العظيم. ഈ വേദിയിൽ അഭിവഷ്ടരായിരിക്കുന്ന ആദരണീയരായ അധ്യക്ഷനവറുകളെ, വൈജ്ഞാനിക മേഖലയുടെ പടവുകൾ കയറി ഇൽമുകൾ കരസ്ഥമാക്കി ദീനീ സേവന രംഗത്ത് ആത്മാർപ്പണം നടത്തുന്ന ഉസ്താദുമാരെ, വിജ്ഞാനത്തിന്റെ തപോമണ്ഡലങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങളുടെ പ്രതീകങ്ങളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാളെ നമ്മുടെ രക്ഷയെ കാംക്ഷിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, രക്ഷകർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് ആധുനിക ലോകവും പണ്ഡിത ധർമ്മവും എന്ന വിഷയമാണ്. ഇതേ വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, കാലം അതിവേഗം സഞ്ചരിക്കുന്നു. പണ്ട് മനുഷ്യൻ യാത്രയ്ക്കായി കാലികളെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നവന്റെ ബുദ്ധിവൈഭവം കൊണ്ട് ഉപരിലോകത്തിലേക്ക് യഥേഷ്ടം സഞ്ചരിക്കുന്നു. സൂപ്പർസോണിക് ജെറ്റുകൾ അവൻ വികസിപ്പിച്ചു. സാങ്കേതിക വിദ്യ ഉയരാവുന്നതിന്റെ അപ്പുറവും കടന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയ, ആഗോളീകരണം ഇവയെല്ലാം ചേർത്ത് ഈ കാണുന്ന ലോകത്തെ ഒരു ഗ്രാമതുല്യമാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷേ മനുഷ്യ മനസ്സുകൾ വിഭിന്നവും ശിഥിലവുമായി മാറിയിരിക്കുന്നു. മൂല്യശോഷണം എവിടെയും അരാജകത്വം വിതയ്ക്കുന്നു. ഇവിടെയാണ് നാം പണ്ഡിത ധർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഭൗതിക കലാലയങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം അവിടങ്ങളിൽ പഠിപ്പ് മുടക്കിന്റെ പേരിൽ ഗുരുക്കന്മാർ മർദ്ദിക്കപ്പെടുന്നു. കലാലയങ്ങളിലും ഓഫീസുകളിലും അവരെ പൂട്ടിയിടുന്നു. പരസ്പരം കൂട്ടത്തല്ലുകളും കൊലപാതകങ്ങളും അരങ്ങ് തകർക്കുന്നു. എന്നിട്ട് അവ ഈ മാസങ്ങളോളം സ്ഥാപനങ്ങൾ പൂട്ടിയിടുന്നു. എന്നാൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ദീനീ മദാരിസുകൾ നിങ്ങൾ നോക്കുക. അവിടങ്ങളിൽ ഗുരുമുഖത്ത് നിന്നും ഇൽമു നുകരുന്ന, വിദ്യ നുകരുന്ന യുവാക്കൾ തൻ്റെ ഗുരുവിനെ ബഹുമാനിക്കുകയും പരസ്പരം ആദരിക്കുകയും ചെയ്യുന്നു. അവിടെ പഠിപ്പ് മുടക്കലോ ഘെരാവോക്കളോ ഇല്ല. പിന്നെ എന്താണ് സഹോദരങ്ങളെ? തൻ്റെ ഗുരുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്ക് ദർശിക്കാനാവുക. ഈ ചട്ടക്കൂട്ടിൽ വർഷങ്ങളോളം കഷ്ടപ്പെട്ടും അധ്വാനിച്ചും അവന്റെ എല്ലാ സുഖ സൗകര്യങ്ങൾ മാറ്റിവെച്ചുമാണ് ഒരാൾ പണ്ഡിതനായി പുറത്തു വരുന്നത്. ഒരു പണ്ഡിതൻ എന്ന് പറയുന്നത് അറിവിനെ, ഒരു പണ്ഡിത ധർമ്മം എന്ന് പറയുന്നതും, ഒരു പണ്ഡിതൻ എന്ന് പറയുന്നതും അറിവിനെ പകർന്നു നൽകലല്ല, മറിച്ച് അറിവിനെ ജീവിതമാക്കലാണ്. ഒരു പണ്ഡിതൻ എന്ന് പറയുന്നത് മാർഗദർശകനാണ്, ഒരു സമൂഹത്തിന്റെ വിളക്കാണ്. പണ്ഡിത ധർമ്മം മനസ്സിലാക്കുവാൻ വേണ്ടി ഇതാ ഒരു സംഭവം കേട്ടോളൂ. സൽജൂസി ഭരണാധികാരിയായ മാലിക് ഷാ തന്റെ ഭരണകാര്യങ്ങളെല്ലാം നിസാമുൽ മുൽക്ക് തൂസി എന്ന പണ്ഡിതനെ ഏൽപ്പിച്ചു. ഇദ്ദേഹം വൈജ്ഞാനിക ആവശ്യങ്ങൾക്ക് വേണ്ടി പൊതുസ്വത്തിന്റെ ഏറിയതും ചിലവഴിച്ചു. ഇങ്ങനെ ചിലവഴിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മാലിക് ഷാ ഇദ്ദേഹത്തോട് പറഞ്ഞു. ആരോടാണ്? നിസാമുൽ മുൽക്കിനോട് പറഞ്ഞു, താങ്കൾ ഈ ചിലവഴിക്കുന്ന വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഈ സമ്പത്തിന്റെ ഒരു ഭാഗം നമ്മുടെ സൈനിക ആവശ്യത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ കാണുന്ന ലോകം തന്നെ കീഴടക്കാമായിരുന്നു. ഇത് കേട്ട നിസാമുൽ മുൽക്ക് മാലിക് ഷായോട് പറയുന്ന ഒരു സുന്ദരമായ വാക്കുകളുണ്ട്. നമുക്ക് ഈ ലോകത്തെ തന്നെ കീഴടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ സജ്ജീകരിക്കുന്ന ഈ അറിവിന്റെ അമ്പുകൾ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും മനുഷ്യരുടെയും ഹൃദയത്തിൽ തുളച്ചു കയറുന്നതാണ്. എങ്കിൽ താങ്കൾ സജ്ജീകരിക്കുന്ന അമ്പുകൾ വെറും കുറച്ചു ദൂരം മാത്രം പോകുന്നതാണ്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ് സഹോദരങ്ങളെ? യഥാർത്ഥ പണ്ഡിതനാവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പരിപൂർണമായ തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പണ്ഡിതനാവാൻ വേണ്ടി നാം എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബി സിദ്നി എന്നുള്ള ദുആ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറു പ്രസംഗം ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നറുക്കെടുപ്പിന് മൈക്ക് പോയിന്റിലെത്തുക. ചെസ് നമ്പർ 378. അടുത്ത നറുക്കെടുപ്പിന് കാത്തിരിക്കുക.